നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KN വിജയകുമാറിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പാണഞ്ചേരിയിൽ തുടക്കം. BJP കൃഷ്ണപുരം ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീബ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് റിട്ടയർഡ് IPS-കാരനായ ജേക്കബ് തോമസ് നടത്തറയിൽ. നഗരത്തിൽ ടാക്സി ഡ്രൈവർമാരും യൂബർ ടാക്സി ഡ്രൈവർമാരും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഏറ്റുമുട്ടി. പോലീസ് എത്തി സംഘർഷം ഒഴിവാക്കി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KN വിജയകുമാറിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പാണഞ്ചേരിയിൽ തുടക്കം. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി KN വിജയകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് 1-ാം വാർഡ് പാണഞ്ചേരിയിൽ നിന്നും തുടക്കം കുറിച്ചു. തെരഞ്ഞെടുപ്പ് കൺവീനർ ആദംകാവിൽ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് പ്രചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥികളായ T രാജപ്പൻ, സിന്ധു സുരേഷ്, ജയപ്രകാശ് മുണ്ടോപ്പുറത്ത്, മിനി നിജോ തുടങ്ങിയവരെ ഷോൾ അണിയിച്ചു. തുടർന്ന് വാഹന പ്രചരണ ജാഥയ്ക്ക് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. UDF നേതാക്കളായ ഏലിയാസ് പാണ്ഡ്യാങ്കട്ടയിൽ, എൽദോസ്, KC അഭിലാഷ്, ഷിബു പോൾ, KV ബിനു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നമുക്കറിയാം, ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന രാജപ്പേട്ടൻ 1980 മുതൽ ഒരു പൊതു പ്രവർത്തകനായി ഈ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. ഗ്രാമപഞ്ചായത്ത് അംഗമായി, പൊതുപ്രവർത്തകനായി, സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമായി അദ്ദേഹം ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ജയപ്രകാശാണ്. ഈ പ്രദേശത്തെ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ വിവിധ പൊതുമേഖലകളിൽ നിറസാന്നിധ്യമായി എല്ലാവരുടെയും വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നേതൃപാടവം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ജയപ്രകാശിനെ വിജയിപ്പിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. നമുക്കറിയാം, ഈ വരാനിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. കോർപ്പറേഷൻ കൃഷ്ണപുരം ഡിവിഷൻ BJP സ്ഥാനാർത്ഥി ഷീബ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ റിട്ടയർഡ് IPS-കാരനായ ജേക്കബ് തോമസ് പുഷ്പവിഹാർ ഹൗസിംഗ് കോളനിയിൽ എത്തി. ഹൗസിംഗ് കോളനിയിലെത്തിയ ജേക്കബ് തോമസിനെ ഭാരവാഹികളായ പ്രസിഡന്റ് കേണൽ തങ്കപ്പൻ, സെക്രട്ടറി റോബിൻ ഫ്രാൻസിസ് മംഗലം തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകി. വടക്കുംചേരിയിൽ നിന്നും ആരംഭിച്ച് നടത്തറയിൽ അവസാനിക്കുന്ന അതിർത്തിയിലാണ് സർവീസ് റോഡ് നിർമ്മിക്കാതെ ജനങ്ങളെ നട്ടം തിരിക്കുന്നത്. ഈ വിഷയം മനസ്സിലാക്കിയ ജേക്കബ് തോമസ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരമുണ്ടാക്കുവാൻ ശ്രമിക്കുമെന്ന് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളോട് പറഞ്ഞു. തൃശൂർ നഗരത്തിൽ യൂബർ ടാക്സി ഡ്രൈവറെ ടൗണിലെ ടാക്സി ഡ്രൈവർമാർ ആക്രമിച്ചു. യൂബർ ടാക്സിക്ക് ടൗണിൽ ഓടുവാൻ പെർമിറ്റ് ഇല്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. വിവരമറിഞ്ഞ് ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി സംഘർഷം ഒഴിവാക്കി. യൂബർ ടാക്സി ഓടിക്കുവാൻ പെർമിറ്റ് ഇല്ലെന്ന് ആരോപിച്ച കേരളത്തിൽ പലയിടത്തും ടാക്സി ഡ്രൈവർമാരും യൂബർ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ സംഘർഷം പതിവാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ചായിരുന്നു തർക്കം. കഴിഞ്ഞ ദിവസം യൂബർ ഡ്രൈവറെ സ്ഥലത്തെ ടാക്സി ഡ്രൈവർമാർ ആക്രമിച്ച് തല അടിച്ചു പൊട്ടിച്ചതായി യൂബർ ഡ്രൈവർമാർ ആരോപിക്കുന്നു. തല തല്ലി പൊളിച്ചത് എൻ്റെ സുഹൃത്താണ്. ആള് ഇപ്പോൾ 3 ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആളിപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് കിടക്കുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രിപ്പ് വന്നിട്ട് അത് എടുക്കാൻ ചെന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അത് എടുക്കാൻ ചെന്നപ്പോൾ അവർ വന്ന് പെട്ടി പിടിച്ച് വലിക്കുകയും അവരെ പിടിച്ച് മർദ്ദിച്ച് ആ യാത്രക്കാരി ആകെ പേടിച്ച് അത് ക്യാൻസൽ ചെയ്ത് നമ്മുടെ സുഹൃത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ ഒരാളാണ് ഞാൻ ഒന്ന് പറയട്ടെ. യൂബർ പ്ലാറ്റ്ഫോമിൽ നിയമപരമായിട്ടാണ് ഓടുന്നത്. ഇത് ടാക്സ് ഉണ്ട്, നമ്മൾ കേരള ഓൾ പെർമിറ്റ് ഉണ്ട്, എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗണേഷ് കുമാർ മന്ത്രി പറഞ്ഞിട്ടുണ്ട് ലൈസൻസ് ഇല്ലാന്ന്. അത് രജിസ്റ്റർ ചെയ്യാനുള്ള 10 കൊല്ലത്തോളമായിട്ട് ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടന്ന ഈ സംഭവങ്ങളിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ ഡ്രൈവർമാരുടെ ലൈസൻസ് ഒന്ന് പരിശോധിച്ച് നോക്കണം. അവർക്ക് പെർമിറ്റ് ഉണ്ടോ നോക്കണം. ഇതിൽ പെർമിറ്റ് ഇല്ലാതെ ഒരുപാട് പേര് ഓടുന്നുണ്ട്. ഇതിൽ ഇത്രയും പ്രശ്നം കാട്ടണം ഇവരെ ചെക്കിങ് കാര്യങ്ങളായിട്ട് ഇവരെ പെർമിറ്റ് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 3-4 ആളുകളുടെ കയ്യിൽ പെർമിറ്റ് ഇല്ലാതെ ഒരാളുടെ ഓണറിന്റെ പേരിൽ 5-3-4 വണ്ടി വെച്ചിട്ട് ഗുണ്ടകളായിട്ടാണ് ഇവർ പെരുമാറുന്നത്. എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് സ്ഥലത്തെ ടാക്സി ഡ്രൈവർമാർ പറയുന്നു. പോലീസ് 2 കൂട്ടരെയും അനുനയിപ്പിച്ചു വിട്ടു.
യൂബറിവിടെ വന്നിട്ട് മെയിനായിട്ട് ഉണ്ടാക്കുന്നത് നുണപ്രചരണങ്ങളാണ്. ഇന്നലെ ഒരു തല തല്ലി പൊളിച്ച് പറഞ്ഞിട്ട് അഡ്മിറ്റ് ആയിട്ട് അവനെ തല്ലാൻ പോയിട്ട് അവനായിട്ട് ഇറങ്ങി വെല്ലുവിളിക്കുക ചെയ്ത് എന്തൊക്കെ ആയതൊക്കെ ഒരു പിന്തുണ കൊണ്ട് ഞാൻ വെല്ലുവിളിക്കുക. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ റെയിൽവേയിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഇതിൽ പാർക്കിംഗ് ഫീസ് കൊടുത്ത് കിടക്കാൻ ഞങ്ങൾ പരമ്പരാഗത ടാക്സിക്കാരുടെ മേലെ മെക്കെട്ട് കയറാൻ വന്നിരിക്കുന്നവർ അവർക്ക് വന്യ ശക്തികളുടെ പിന്തുണ ഉണ്ട്. ഞങ്ങൾ പാവപ്പെട്ടവർ ഇവിടെ തൊഴിൽ നശിച്ചുകൊണ്ടിരിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ. ഇതിന് സർക്കാർ നിയമം കൊണ്ടുവന്നേ പറ്റുള്ളൂ. പാർക്കിംഗ് ഫീസ് നൽകി സർക്കാർ നിശ്ചയിച്ച നിരക്കിൽ സർവീസ് നടത്തുന്ന സാധാരണ ടാക്സിക്കാർ യൂബർ ടാക്സി എത്തിയതോടെ ഓട്ടം നിലച്ച് പട്ടിണിയിലായതായി പറയുന്നു. യൂബർ ടാക്സി സാധാരണ ടാക്സിയേക്കാൾ ചാർജ് 50% വരെ കുറഞ്ഞ നിരക്കാണ്. അതുകൊണ്ട് ജനങ്ങൾ സാധാരണ ടാക്സി ഒഴിവാക്കി യൂബർ ആശ്രയിക്കുന്നതാണ് പ്രശ്നം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് നേരത്തെ തന്നെ പുറത്താക്കേണ്ടതായിരുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. പൊതു രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ഒരു മുന്നറിയിപ്പാണിത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിയമിക്കുമ്പോൾ പ്രവർത്തകരുടെ പശ്ചാത്തലം വിലയിരുത്തേണ്ടതായിരുന്നു. ആ രീതിക്ക് ഇപ്പോൾ മാറ്റം വന്നു. ന്യൂജൻ കൺസെപ്റ്റ് നല്ല രീതിയിലല്ല പ്രാവർത്തികമായത്. കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയത് സ്വാഭാവിക നടപടിയാണെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ആഗ്രഹം ഇതുതന്നെയെന്നും സുധീരൻ വ്യക്തമാക്കി. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട ഒരാൾക്ക് കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ച നടപടി തന്നെയാണ് നേരിട്ടത്. ധാർമ്മികത ഒരു പ്രധാന ഘടകമാണ്. ഈ ഘട്ടത്തിൽ പാർട്ടി നടപടി അനിവാര്യം തന്നെയാണ്. രാഹുലിനോട് MLA സ്ഥാനം കൂടി രാജിവെച്ചൊഴിയുവാൻ നേരത്തെ തന്നെ പാർട്ടി നിർദ്ദേശിക്കേണ്ടതായിരുന്നു. ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയല്ലെന്നും സുധീരൻ വ്യക്തമാക്കി. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിലെ കുട്ടികൾ കളക്ടറെ കാണാനെത്തി. ജില്ലയിലെ വിവിധ മേഖലകളിലുള്ളവർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി സംവദിക്കുന്ന മുഖാമുഖം മീറ്റ് യുവർ കളക്ടർ പരിപാടിയുടെ 58ാം അധ്യായത്തിൽ അതിഥികളായെത്തിയത് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS സ്കൂളിലെ അധ്യാപകരും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന 21ഓളം വിദ്യാർത്ഥികളുമായിരുന്നു. മുഖാമുഖം പരിപാടിക്കെത്തിയ വിദ്യാർത്ഥികൾ സ്കൂളിന്റെ ഹരിതസഭ വേസ്റ്റ് ടു ആർട്ട് ഉദ്യമത്തിന്റെ ഭാഗമായി കുട്ടികൾ തന്നെ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസാ കാർഡും കളക്ടർക്ക് സമ്മാനിച്ചു. മിഥുന സുധീർ, PH ഹസ്മിയ തുടങ്ങിയവർ പാട്ടുപാടി. വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള കുട്ടികളുടെ ചോദ്യത്തിന് ജില്ലാ കളക്ടർ മറുപടി നൽകി. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ നിന്നും നെല്ലിയാമ്പതിയിലേക്ക് പോയ വിനോദയാത്രയെക്കുറിച്ചും കുട്ടികൾ കളക്ടറോട് വിശേഷങ്ങൾ പങ്കുവച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നും കുട്ടികൾ ജില്ലാ കളക്ടറോട് പറഞ്ഞു. സ്കൂൾ ബാസ്കറ്റ്ബോൾ കോർട്ട് പാർക്കിംഗ് ഏരിയയായി ഉപയോഗിക്കുന്നതായി ജില്ലാ കളക്ടറോട് പറഞ്ഞപ്പോൾ ആശങ്കയ്ക്ക് പരിഹാരം കാണാമെന്ന് കളക്ടർ പറഞ്ഞു. പരിപാടിക്ക് ശേഷം ഫോട്ടോയെടുത്തും സിവിൽ സ്റ്റേഷൻ പരിസരവും വിവിധ വകുപ്പുകളുടെ ഓഫീസുകളെക്കുറിച്ച് അടുത്തറിഞ്ഞുമാണ് കുട്ടികൾ മടങ്ങിയത്. പ്രധാനാധ്യാപിക ബിന്ദു മേനോൻ, അധ്യാപകരായ ഷാലി ആന്റണി, PN സംഗീത തുടങ്ങിയവരും കുട്ടികളോടൊപ്പം മുഖാമുഖത്തിൽ പങ്കെടുത്തു. തൃക്കൂർ മതിക്കുന്ന ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 4:30 മുതൽ മേളം, തുടർന്ന് വിവിധ സമാജങ്ങളിൽ നിന്നുള്ള കലാപരിപാടികൾ എന്നിവ നടത്തി. തുടർന്ന് ഉഷ പട്ടാഭിരാമൻ ഭദ്രദീപം തെളിയിച്ച് കാർത്തിക വിളക്ക് ആഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗിരിജ അനന്തരാമൻ, പ്രിയ, സിദ്ധാർത്ഥ് റാം തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾ ചേർന്ന് ആയിരക്കണക്കിന് കാർത്തിക ദീപങ്ങൾ തെളിയിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം പൂക്കള മത്സരം, കലാകായിക സാഹിത്യ മത്സരങ്ങളിലെ സമ്മാന വിതരണം, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയുമുണ്ടായി. ആഘോഷ ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ സുരേഷ് നെല്ലിശ്ശേരി, മണികണ്ഠൻ തൊട്ടിപ്പറമ്പിൽ, സുനിൽകുമാർ തെക്കൂട്ട്, സത്യൻ മാസ്റ്റർ മംഗലത്ത്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കുണ്ടുകാട് സ്ഥിതി ചെയ്യുന്ന BSNL ടവറിന്റെ ജനറേറ്ററിനെ തീപിടിച്ചത് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ടീം അണച്ചു. ജനറേറ്ററിന്റെ പാനലിലെ ഷോർട്ട് സർക്യൂട്ട് ആവാം തീപിടുത്ത കാരണമെന്ന് അനുമാനിക്കുന്നു. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. വടക്കാഞ്ചേരി അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ സജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ഓഫീസർമാരായ ഫൈസൽ, മുരളീധരൻ, മുകേഷ്, രാജേഷ്, രഞ്ജിത്ത്, സിനാൻ, വിഷ്ണു, അക്ഷയ്, ഹോംഗാർഡ്, ശിവൻ തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കാളികളായി. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center.
മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. LDF മാടക്കത്തറ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ താണിക്കുടത്ത് 4 മണിക്ക് നടക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. മാറ്റാപുരം സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന പ്രകടനം താണിക്കുടം സെന്ററിൽ എത്തിയ ശേഷം നടക്കുന്ന പൊതുയോഗം നേതാവ് PK ബിജു ഉദ്ഘാടനം ചെയ്തു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K രാജൻ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് LDF നേതാക്കൾ സംസാരിക്കും. മാടക്കത്തറ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നാളെ താണിക്കുടത്ത് വെച്ച് നടക്കുകയാണ്. മാറ്റാമ്പുറം സെൻറ്ററിൽ നിന്നാണ് റാലി ആരംഭിക്കുക. അത് താണിക്കുടത്ത് വന്നാണ് സമാപിക്കുക. സമാപന സമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള സഖാവ് PK ബിജു റാലി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് K രാജൻ ഈ റാലിയിൽ പങ്കെടുക്കും, പൊതുസമ്മേളനത്തിലും പങ്കെടുക്കും. 18 വാർഡുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളും 3 ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുമടക്കം നാളത്തെ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉണ്ടാകും. 18 വാർഡുകളിൽ നിന്നും എത്തിച്ചേരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഈ റാലിയിൽ പങ്കെടുക്കും. ഒട്ടനവധി വികസനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ മാടക്കത്തറ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത്.
സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് നടന്നിട്ടുള്ളത്. ഒട്ടനവധി കാര്യങ്ങൾ തന്നെ നമുക്ക് എടുത്തു പറയാനുണ്ട്. അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള അവരുടെ സ്ഥാനാർത്ഥികൾ ചില വാർഡുകളിൽ പോലും അവരുടെ ചിഹ്നത്തിൽ പോലും മത്സരിക്കാത്ത സാഹചര്യം, ഒന്നിലേറെ പേർ 2-3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന വാർഡുകളടക്കം കൃത്യമായൊരു ധാരണയില്ലാതെയാണ് ഈ പഞ്ചായത്തിനകത്ത് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. മാടക്കത്തറയിലെ ജനങ്ങൾ തീർച്ചയായും കഴിഞ്ഞ തുടർച്ചയായി 10 വർഷക്കാലത്തെ ഭരണം, മാടക്കത്തറയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വീടില്ലാത്തവർക്ക് വീട്, ഭൂമി വാങ്ങാൻ ആവശ്യമായ സഹായങ്ങൾ, മറ്റ് വികസന പ്രവർത്തനങ്ങൾ എല്ലാം വളരെ കൃത്യതയോടുകൂടി തന്നെ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെയും പുല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും എല്ലാം സംയുക്തമായ അതിൻ്റെ അടിസ്ഥാനത്തിൽ എവിടെയാണോ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് ആ ഇടങ്ങളിലെല്ലാം വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാനായിട്ട് ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി കഴിഞ്ഞിട്ടുണ്ട്. ആ വലിയൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് കരുത്തറ്റ സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാടക്കത്തറ പഞ്ചായത്തിനകത്ത് ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ജനങ്ങളുമായി നല്ല ബന്ധമുള്ള, നാടിനെയും നാട്ടുകാരെയും നല്ല രീതിയിൽ അറിയാവുന്ന, സാമൂഹിക പൊതുരംഗത്ത് നല്ല രീതിയിൽ പ്രവർത്തന മികവ് തെളിയിച്ച ആളുകളൊക്കെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ. തീർച്ചയായും ജനങ്ങൾ ഇപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടും വളരെ സ്വീകാര്യതയോടും കൂടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കുന്നത്. മാടക്കത്തറയ്ക്കകത്ത് എതിരാളികളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. വലിയ സ്വീകാര്യത തന്നെയാണ്. 18 സ്ഥാനാർത്ഥികളും ഡിവിഷൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളും വലിയ വിജയത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സോഷ്യൽ സർവീസ് സ്കീമിന്റെ ഭാഗമായി ത്രിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹെൽപ്പ് ടൂൺ 2025 എന്ന പേരിൽ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ഡയറ്റിലെ ചീഫ് ട്യൂട്ടർ ഡോക്ടർ വിനീജ NS ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക സുനിത, സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ ഷബീന, PTA വൈസ് പ്രസിഡന്റ് രവി, PTA എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ബാബു, PTA അംഗം വിജയൻ, ജോയിന്റ് കോർഡിനേറ്റർ അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. 5, 6, 7 തീയതികളിലായി നടത്തുന്ന ക്യാമ്പിൽ കുട്ടികളുടെ സ്നേഹം, സഹാനുഭൂതി, സാമൂഹ്യ സേവനം, സഹകരണം തുടങ്ങിയ ഗുണങ്ങൾ വളർത്തിയെടുക്കുക. നമ്മൾ വെറുതെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇങ്ങനെ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറേ വിവരങ്ങൾ പകർത്തിയെടുത്താൽ നമുക്ക് സേവന മനോഭാവം ഉണ്ടാവുമോ? ഇല്ല. എങ്ങനെയാണ് സേവന മനോഭാവം ഉണ്ടാവേണ്ടത്? നിങ്ങൾ പ്രവർത്തിക്കണം, അല്ലേ? നമ്മളുടെ പുസ്തകത്തിൽ എഴുതിയെടുത്താൽ മാത്രം പോരാ, നമ്മളത് പ്രവർത്തിക്കണം. സോഷ്യൽ സർവീസ് സ്കീമാണ്, ഒരു സർവീസാണ്, സേവനമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറ്റുള്ളവരെ സേവിക്കാനായിട്ട് തയ്യാറായിട്ടുള്ള കുട്ടികളായതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്കീമിൽ ചേർന്നിട്ടുള്ളത്, അല്ലേ? അത് നിർബന്ധിച്ച് ചേർന്നതാണോ നിങ്ങളെ? അല്ല. കേരളത്തിൽ മണ്ണെണ്ണയ്ക്ക് വില കൂടി. 74 രൂപയായി ഉയർന്നു. 6 മാസം കൊണ്ട് മണ്ണെണ്ണയ്ക്ക് ലിറ്ററിന് 13 രൂപയാണ് കൂടിയത്. ജൂണിൽ ലിറ്ററിന് 61 രൂപയായിരുന്നു. ഇതാണ് ഡിസംബർ മാസം ആകുമ്പോഴേക്ക് 74 രൂപയായി ഉയർന്നത്. മണ്ണെണ്ണയുടെ വില ഉയർന്നതോടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. റേഷൻ കടകളിൽ പോലും മണ്ണെണ്ണ കിട്ടാക്കനിയാണ്. മുല്ലശ്ശേരി വില്ലേജിലെ അയ്യപ്പക്കുടം സ്വദേശിയായ കറുത്തേടത്ത് വീട്ടിൽ രാജൻ എന്ന വ്യക്തിയെ 2023 സെപ്റ്റംബർ 15 മുതൽ തൃശൂർ ജില്ലയിലെ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കാണാതായി. ഇതുമായി ബന്ധപ്പെട്ട് പാവറട്ടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണ്. രാജനെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ പോലീസ് കൺട്രോൾ റൂമിലോ 9497987201 അല്ലെങ്കിൽ 048722630000 എന്നീ ഫോൺ നമ്പറുകളിലോ അറിയിക്കേണ്ടതാണെന്ന് പാവറട്ടി സബ് ഇൻസ്പെക്ടർ അറിയിച്ചു. പട്ടിക്കാട് മേസർ കോളേജിലെ അധ്യാപിക ഷിനി അന്തരിച്ചു. പട്ടിക്കാട് മേസർ കോളേജ് അധ്യാപികയും ആൽപ്പാറ പാറയ്ക്കൽ ജോസിന്റെ ഭാര്യയുമായ ഷിനി അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് പട്ടിക്കാട് സെന്റ് സേവിയേഴ്സ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ. മക്കൾ ജൂഡിറ്റ്, ജിസ് മരിയ, മരുമകൻ ആൽബിൻ.
റോഡരികിൽ യുവാവ് മരിച്ച നിലയിൽ. ചെമ്പൂത്രയിൽ നിന്നും താണിക്കോട് പോകുന്ന വഴിയിലെ മൗണ്ടൻ വാലി ഗാർഡനിലെ റോഡരികിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെമ്പൂത്ര കനാൽപുറം സ്വദേശി വട്ടപ്പറമ്പിൽ പുത്തൻപുര വീട്ടിൽ രതീഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പണി കഴിഞ്ഞ് വീട്ടിൽ എത്തിയിരുന്നില്ല. പിന്നീട് രാവിലെയാണ് റോഡരികിൽ രതീഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പണിക്ക് കൊണ്ടുപോകുന്ന ബാഗ് രതീഷിന്റെ പുറകുവശത്തുണ്ടായിരുന്നു. മരണകാരണം വ്യക്തമല്ല. PG പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ. മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കരക്കര. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. സഹോദരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി റിമാൻഡിലേക്ക്. വെള്ളാനിലുള്ള വീട്ടിൽ വെച്ച് കാറളം വെള്ളാനി സ്വദേശി വെളിയത്ത് വീട്ടിൽ സനൽ എന്നയാളെ യാതൊരു പ്രകോപനവും കൂടാതെ കത്തികൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിനാണ് സഹോദരനായ കാറളം വെള്ളാനി സ്വദേശി വെളിയത്ത് വീട്ടിൽ സനൂപ് എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സനൂപ് കാട്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 അടിപിടി കേസുകളിലും മദ്യലഹരിയിൽ മനുഷ്യജീവനെ അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച ഒരു കേസിലും ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലുമടക്കം 4 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വടിവാൾ കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിലേക്ക്. അവിട്ടത്തൂർ സ്വദേശി വരിക്കാശ്ശേരി വീട്ടിൽ ജഗദീഷ് ചന്ദ്രൻ എന്നയാളെ എന്തോ മുൻ വൈരാഗ്യത്താൽ ഇയാളുടെ അവിട്ടത്തൂരിലുള്ള വീടിന്റെ സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി ജഗദീഷ് ചന്ദ്രന്റെ കഴുത്തിൽ വടിവാൾ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവത്തിനാണ് അവിട്ടത്തൂർ സ്വദേശി തണ്ടാശ്ശേരി വീട്ടിൽ സുശാന്ത് എന്നയാളെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. സുശാന്ത് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആയുധ നിയമപ്രകാരമുള്ള ഒരു കേസിലും ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി ഉപയോഗിച്ച കേസിലും പ്രതിയാണ്. ബസ്സുകളിൽ സ്പെഷ്യൽ ഡ്രൈവ് പരിശോധന കണ്ടെത്തിയത് ഒരു ദിവസം 249 നിയമലംഘനങ്ങൾ. സീബ്ര ക്രോസ് നിയമലംഘനത്തിന് കർശന നടപടി. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി തൃശൂർ സിറ്റി പോലീസ് സ്വകാര്യ ബസ്സുകളിൽ കഴിഞ്ഞ ദിവസത്തെ നടത്തിയ പരിശോധനയിൽ 249 നിയമലംഘനമാണ് കണ്ടെത്തിയത്. മറ്റു വാഹനങ്ങളിലായി 116 നിയമലംഘനങ്ങളും കണ്ടെത്തി. 1114 വാഹനങ്ങളാണ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധിച്ചത്. അതിൽ 748 സ്വകാര്യ ബസ്സുകളും 86 മറ്റ് ബസ്സുകളും 280 മറ്റ് ഹെവി വാഹനങ്ങളും ഉൾപ്പെടുന്നു. സീബ്ര ക്രോസിംഗ് നിയമലംഘനങ്ങളിലും മറ്റ് നിയമലംഘനങ്ങളിലും കർശന നടപടികൾ തുടരുമെന്നും വരും ദിവസങ്ങളിലും വാഹന പരിശോധനകൾ കർശനമാക്കുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS അറിയിച്ചു. ഏകാദശി ദിവസം യുവാക്കളെ ആക്രമിച്ചു വധിക്കുവാൻ ശ്രമിച്ച കേസിലെ 5 പേർ പിടിയിൽ. ഗുരുവായൂർ ഏകാദശി ദിവസം രാത്രി മല്ലിശ്ശേരി പറമ്പിൽ വെച്ച് മല്ലിശ്ശേരി പറമ്പ്
സ്വദേശിയെയും കൂട്ടുകാരെയും ആക്രമിച്ചു കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതികളായ ഒന്നാം പ്രതി ജിം ഷമീർ എന്ന് വിളിക്കുന്ന ഷമീർ, രണ്ടാം പ്രതി ഫാസിൽ, മൂന്നാം പ്രതി മുഹമ്മദ് ആഷിഖ്, നാലാം പ്രതി വിഷ്ണു, അഞ്ചാം പ്രതി അമൽ കൃഷ്ണ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഇൻസ്പെക്ടർ ജി അജയ്കുമാറിന്റെ നേതൃത്വത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഗുരുവായൂർ ഏകാദശി ദിവസം രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി KN വിജയകുമാറിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് പാണഞ്ചേരിയിൽ തുടക്കം. BJP കൃഷ്ണപുരം ഡിവിഷൻ സ്ഥാനാർത്ഥി ഷീബ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് റിട്ടയർഡ് IPS-കാരനായ ജേക്കബ് തോമസ് നടത്തറയിൽ. നഗരത്തിൽ ടാക്സി ഡ്രൈവർമാരും യൂബർ ടാക്സി ഡ്രൈവർമാരും റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഏറ്റുമുട്ടി. പോലീസെത്തി സംഘർഷം ഒഴിവാക്കി. തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ കാർത്തിക വിളക്ക് മഹോത്സവം ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.